ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുമില്ല, സപ്പോർട്ട് ചെയ്യുന്നുമില്ല. അപ്പം ഗൈസ്, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇന്നത്തെ ഭയങ്കര ലാഗ് ആവുന്ന ഗൈസ് ഇന്നത്തെ ഗെയിം പ്ലേ ഞാൻ കുറേ തവണ എടുത്തതാണ്. ഇതെല്ലാം കൂടെ ഒരു ദിവസം ഇടും, ഇപ്പോൾ ലാഗ് എടുക്കുന്നു. ഞാൻ ഇന്ന് എത്താണ്ട് കുറേയധികം വീഡിയോ എടുത്ത് തിരക്കായിരുന്നു ഗൈസ്. സ്കൂളിൽ പോകണോ എന്ന് പഠിക്കണോ എന്ന്, പിന്നെ കുറേ ഡയമണ്ടൊക്കെ പൊട്ടിക്കണോ എന്ന്, അതിനുവേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജോലിക്ക് പോകണമായിരുന്നു. അങ്ങനെ തുടങ്ങി കുറേ പണികളുണ്ടായിരുന്നു. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞാൽ അയ്യോ അവിടെ എന്തോ സ്കോഡാ, ഇവിടെ എല്ലാം നമ്മുടെ ഗ്യാങ് അടിച്ചിരിക്കുന്നു ഞങ്ങൾക്കിടയ്ക്ക്. അപ്പോൾ നമ്മളവനെ അടിച്ചടിച്ചില്ലാതാക്കി. അവൻ ചത്ത് കാണും ഇപ്പോഴത്തേക്ക്. നമുക്ക് ചെന്ന് നോക്കാം അവനെന്തി ആക്കില്ല. നമ്മളെ ടീമേറ്റ് എടുത്ത് ഓടാൻ പറ്റുന്നില്ല എനിക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല. നമ്മൾ തോറ്റാണ്. ഒരുത്തനും കൂടെ ഉള്ളു, അവനെ ഇപ്പോൾ എല്ലാവരും കൂടെ കൊല്ലും. അപ്പോൾ അവൻ ചെന്ന് അണ്ണാക്കി ചെന്ന് കയറി തോറ്റു നൈസായിട്ട് തോറ്റു. തൂക്ക് കണ്ട തോറ്റു. നമ്മൾ ഒരു വെടിയും കൂടെ അവന് കൊടുത്തിരുന്നെങ്കിൽ ഒരു കില്ല് നമുക്ക് കിട്ടിയെന്നെ കേസ്. നമ്മൾ 197 ഡാമേജ് കൊടുത്തവന്. ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ 10 മിനിറ്റ് ഇത് ലെങ്ത്. ഇത് ഞാൻ എങ്ങനെ വെട്ടിക്കുറയ്ക്കുമെന്ന് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ അടുത്ത കളിക്കകത്ത് ഡെസേർട്ടികളൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ഇതുവരെ ഡെസേർട്ടികളിനകത്ത് 1 ടാപ്പൊന്നും അടിച്ചിട്ടില്ല. എല്ലാവരും പറയുന്ന ഡെസേർട്ടികളിനകത്ത് 1 ടാപ്പൊക്കെ അടിക്കാൻ പറ്റുമെന്ന്. എനിക്ക് പക്ഷെ കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും അടിക്കാറില്ല. അപ്പം കേസ് 10 മിനിറ്റൊക്കെ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ കുറേ കിളികൾ ചലിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും. അതൊന്നും കൊടുത്ത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, എൻ്റെ മൈക്കില്ലാത്തതുകൊണ്ട് കേൾക്കുന്നത്. അപ്പോൾ കേസ് നമുക്ക് ഇവിടുന്ന് ഇൻവിസിബിൾ ആവുന്ന ഗേറ്റ് ഉണ്ടല്ലേ, അതിട്ടിട്ട് പോവാം. നമുക്കപ്പോൾ ഇതൊട്ടുണ്ട് വെസ്റ്റൊക്കെ നമുക്ക് നല്ല അത്യാവശ്യം വരും. അതുകൊണ്ട് പിന്നെ ഇവിടെയൊക്കെ എനിമിയാണുള്ളത്. എന്നിട്ട് എനിമി ഇവിടെയുള്ള എനിമിയൊക്കെ കാണാനില്ല. എനിമിയൊക്കെ ഇറങ്ങി ഒളിച്ചോടിപ്പോയോ? എവിടെയെങ്കിലും ഒരു എനിമി കാണുന്നുള്ളതാണ്. നമ്മൾ സാധാരണ അവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇവിടെ എനിമിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിമിയില്ല, ഒരുത്തെന്താ ചത്തെടുക്കുന്നത്. ഇവനാണ് നമ്മൾ ആ എനിമിയെ ഗുമ്മിനടിച്ചത്. അല്ല, നമ്മൾ കൊന്നില്ല. താഴെ എനിമിയുണ്ട്, നമുക്ക് ചടഞ്ഞിട്ട് അവിടെയോ? എവിടെ? ഞാൻ കണ്ടില്ല. നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് വെടി വെച്ചാൽ അത് ഹെഡ് കയറുകയും ചെയ്ത് ഒരു കില്ല് കിട്ടുകയും ചെയ്ത്. ലക്കി മാൻ. ഞാൻ അറിയാതെ അങ്ങോട്ടൊന്ന് വെടി വെച്ചതാണ്. അതങ്ങ് ചെന്നതിന് ശേഷം അവൻ്റെ ഹെഡ് കയറി അവൻ ചത്തുകയും ചെയ്ത്. നമ്മുടെ ലക്കും അവൻ്റെ അൺലക്കും. MP5 എടുക്കാം ഈ തവണ. MP5 കുത്തിപ്പിടിച്ച് കളിക്കണം. നമുക്ക് ഈ തവണ കുറച്ച് വെറൈറ്റിക്കായിട്ട് ലാസ്റ്റ് എടുക്കുന്ന കണ്ണെടുക്കാം. രണ്ടാമതൊരു കണ്ണെടുക്കാൻ പറ്റും. ACBO അങ്ങനെ കണ്ട ഈ കണ്ണിൻ്റെ പേര്. എന്തായാലും ഈ കണ്ണ് പവറാണോ ഫുള്ളാണോ എന്ന് തോന്നുന്നു എനിക്കറിഞ്ഞൂടെ. ഞാനിന്ന് കുറേയധികം BR കളിച്ചായിരുന്നു. അപ്പോൾ എല്ലാ വീഡിയോയും ഞായറാഴ്ച നമുക്ക് ഒരുമിച്ചിടാം. ഇതെന്തോ ഗീസ് ബോർഡ്, ഇത് ഇപ്പോഴാണ് വന്നത്. ഇതെന്തോ മനസ്സിലാവും. എനിക്കിതൊന്നും വായിക്കാറിഞ്ഞൂടെ. നമ്മളെ കളിയിൽ നിന്ന് തിരിയുന്നു. നമ്മൾ കളിയിൽ നിന്ന് സ്വത്ത് തിരിഞ്ഞു പോയി. വീട്ടിൽ നമുക്ക് ഞാനെന്തോ കാണിക്കുന്നത് ഇവിടെ, എന്തോ ഇങ്ങനെ എപ്പോഴത്തെ ഇവിടെ കാണിക്കുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നത്. ഇവിടെ കവറൊക്കെ എടുത്ത് കുഞ്ഞപ്പം ഇരിക്കുക. എന്നെ അവൻ കണ്ടു. കാരണം നമ്മുടെ ആ നീല സോണ് പോലത്തെ സാധനത്തിൻ്റെ ഇപ്പുറത്ത് വന്നാൽ അത് നമ്മുടെ ടീമേറ്റാണോ? നമ്മുടെ ടീം ഇവിടെ പോയാലും ഇവന്മാർ അവിടെ കാണും. ഏതെങ്കിലും ഒരുത്തം വന്ന് നമുക്കിട്ട് പണി തരും. ഒരിക്കലെങ്കിലും ഈ തവണയെങ്കിലും എനിക്കൊരു ദോരത്തിന് ഡാമേജ് കൊടുത്ത് ഫുൾ ഡാമേജാണ്. അവൻ ഇനി ഒരു പിടിയും കൂടെ കൊണ്ടാൽ മതി. ഞാനെന്തോ കാണിക്കുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നത്. ഇത് വോയിസ് കൊടുക്കുന്നത് ഞാൻ ഗെയിം പ്ലേ എടുത്തപ്പോൾ എനിക്കിതൊന്നും അറിഞ്ഞൂടെയെന്ന്. ഇപ്പം കാണുമ്പോൾ എന്തോ അതൊക്കെ ഇങ്ങനെ ഞാൻ ഇതാദ്യം അങ്ങനെ ഇതാദ്യം തോന്നുന്നു. വന്നിട്ടെന്തോ കാര്യം, എല്ലാം എടുത്തു കഴിഞ്ഞാൽ അതൊരു എനിമിയില്ല. വെട്ടി വെച്ച് നോക്കണം. ഒരു നോക്ക്. ഇവിടെ ഒരു എനിമിയെ കാണിക്കും. കൂടാക്കായിട്ടെൻ്റെ എവിടെയുണ്ടായിരുന്നെങ്കിൽ ഇപ്പം കണ്ടുപിടിക്കായിരുന്നു. ഇവൻ്റെ തലേ ഫുഡ് ചെക്ക് എവിടെയെങ്കിലും കാണും. ഇതിൻ്റെ വണ്ടയൊക്കെ ചെയ്തിട്ട് ഗ്ലൂവാളിൻ്റെ വിളിക്കും. ഇവിടെ അവിടെ തന്നെ എനിമീന്നോ എനിക്ക് ഞാൻ എന്തോ കാണിക്കുന്നതെന്ന് എനിക്ക് പോലും ബോധമില്ല. ഒന്നാമത് മഴയൊക്കെ ഇവിടെ, നമ്മുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടായിരിക്കും. ഇവിടെ മഴയൊക്കെ തന്നെയാണ്.
അപ്പം ഞാൻ എന്തൊക്കെ പറയുന്നതെന്ന് എനിക്ക് പോലും ബോധമില്ല, എന്തോ കളിക്കുന്നതെന്നും എനിക്കൊന്നും അറിഞ്ഞൂടാ. ഗെയ്സ് അടുത്ത് നമുക്ക് VSS വരും, എന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി നമുക്ക് സ്നൈപ്പർ അടിക്കാം. സ്നൈപ്പർ ഈ മാസ്കും ഈ ഹെഡും തമ്മിൽ നല്ലോണം ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മോഡ്സി എന്ന് പറയുന്ന ഈ ക്യാരക്ടറിൻ്റെ മാസ്കും മറ്റേ ഗോൾഡൻ റോയിലൂടെ വന്ന സാധനമില്ലേ, ഹെഡ്സെറ്റും തൊപ്പിയും കൂടെ ഉള്ള കോമ്പോ, അത് നല്ലോണം ചെയ്യുന്നുണ്ട്. അത് നോർമലിനെ കട്ടി. പിന്നെ ഈ സൂട്ട് എനിക്ക് 22 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. 22 ദിവസം കഴിഞ്ഞാൽ ഇതൊക്കെ പോവും. അത് വേറെ കാര്യം. ഇവിടെയൊക്കെ ഇന്ന് എനിമിയെ നല്ലോണം അടിക്കാൻ പറ്റും. ഇവിടെയൊക്കെ സാധാരണ നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ എനിമിയാണെന്ന് മണ്ടേ കയറാൻ പറ്റുമോ? ഫോണിയൊന്നും കാണുന്നില്ല വണ്ടിക്കുട്ടികളെ. ഇവിടെ നീ എന്തോ ചെയ്യും? നമുക്ക് VSS വെച്ച് ഇവിടുന്ന് ലോങ് റേഞ്ച് ഇവിടെ ആണല്ലോ ഇനി ഇവിടെ കാണും. ഇവിടെയൊക്കെന്ന് ഇവിടുന്ന് ഒരുത്തിനെ പോലും കാണുന്നില്ലല്ലോ. ഇവിടുന്ന് മണ്ടല്ലോ. എവിടുന്ന് വെടി ചെയ്യുന്ന? ഓ അങ്ങ് ലോങ്ങിൽ നിന്നൊക്കെ എന്നെ അടിക്കുന്ന. മെഡടിക്കട്ടെ. എൻ്റെ HP മൊത്തം പോയി. അവന്മാർ കാണുന്ന എൻ്റെ HP മൊത്തം പോയി. ഫുൾ റിക്കവറായിട്ട്. ഓ ഈ സോണും വന്ന് എന്തൊരു ബാഡ് ലക്ക. ആദ്യം ഒരു ലക്കേ ഉള്ളതായിരുന്നു, പിന്നെ ബാഡ് ലക്കാന്ന് തോന്നുന്നു. എന്തായാലും ബൂയാഹ അടിച്ചോ ഇല്ല എന്നറിയാൻ വേണ്ടി നിങ്ങളൊന്ന് ഇവിടുന്ന് വന്നല്ലോ അടി വന്ന്. നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ കേസ്. നിങ്ങൾ വേറെ 6 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഇതൊക്കെ വെച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ എനിമി. ഓ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്ര എനിമിയിലായിരുന്നു. സ്കോഡ് മൊത്തം ആ വീടിനകത്ത് ക്രഷ് ചെയ്തിരിക്കുന്നു. എൻ്റെ പൊന്നോ എന്ത് കാണാമോ. എനിക്കറിഞ്ഞൂടെ ഇവിടെ എന്തൊക്കെയാണ് നടക്കണേന്ന്. ഈ കൊച്ചു കലഹരി എങ്ങനെ ചത്ത്? ഞാൻ പൊങ്ങിയതും അവൻ എന്നെ അടിച്ചിട്ട് എന്തോ കഷ്ടമെന്നോടാ. സത്യം പറഞ്ഞാൽ എനിക്കൊരു ബോധം പൂർണ്ണാണ്ടിയൊന്നും ഇല്ലാതെയാണ് ഇത് കളിച്ചത്. ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ സപ്പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നൊക്കെ നിർത്തി യൂട്യൂബിൽ നിന്ന് ഇറങ്ങിപ്പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ പിന്നെ വീഡിയോ ഇട്ട് നിങ്ങൾ ഒരു ഹീറോ കളിച്ചത്. എന്തായാലും വീഡിയോ ഇട്ട് നമുക്ക് എന്തായാലും യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടണ്ടേ. അപ്പോൾ നമുക്ക് ടോപ്പൊക്കെ ചെയ്യണ്ടേ, വെറുതെ ഇരിക്കില്ല. അപ്പം നമ്മൾ വിചാരിച്ച ഒരു വീഡിയോ എടുക്കാമെന്ന്. നമ്മൾ സ്കൂളിലും പോയി, ട്യൂഷനും പോയി, എല്ലാത്തിനും പോയി. അങ്ങനെ നമ്മൾ സമയമൊക്കെ കളഞ്ഞ് പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ ഒറിജിനൽ വോയിസാണ് നല്ലത്, മറ്റേ ബോയിയുടെ ചൈൽഡ് വോയിസാണ് നല്ലതെന്നും കൂടെ പറയണേ. അങ്ങനെ നമ്മൾ പോയി ഭയങ്കര തിരക്കായിരുന്നു. ഒരു എനിമിയില്ല പോയി. ഒരു രണ്ടാമത്തെ എനിമി. അവന്മാർ രണ്ടെണ്ണം നമ്മളെ കണ്ടിട്ടില്ല. അയ്യോ ഫിസ്റ്റ് ഗണ്ണ് വരാൻ ഭയങ്കര പാടി കേസ്. ഞാൻ ഗൺ സ്വിച്ച് ഞാൻ ഓൾറെഡി ഞെക്കി. പക്ഷെ അതിന് ബട്ടൺ ഐക്കണൊക്കെ നമ്മളൊക്കെ ഒന്ന് മാറ്റണം. കസ്റ്റമറൊക്കെ നല്ലോണം മാറ്റണം കേസ്. എല്ലാം ചത്ത. ഇനി ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ, എന്തോ ബോസ് ഡബിൾ അങ്ങനെ ഉണ്ട് എൻ്റെ പേര്, ബോസ് ഡബിൾ. എനിക്ക് അതേപോലെ ഒന്ന് നല്ലോണം അടിക്കുന്നുണ്ട്. ഇതൊക്കെ അടുത്ത ഒരു 1v2 സിറ്റുവേഷൻ കേസ്. 1v2 സിറ്റുവേഷനിലൊക്കെ എങ്ങനെ ആവാനാ? അപ്പം 3 ഇനി എന്നാലും കളി നമുക്ക് ബൂയാഹ അടിച്ചേ പറ്റൂ. അടിക്കാൻ പറ്റുമില്ല എന്നൊന്നും എനിക്ക് എന്നോട് തോറ്റാലും നിങ്ങളെ ഞാൻ കളിയാക്കാൻ ചെയ്യും കേട്ടോ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നമ്മൾ ജയിക്കില്ല എന്നൊക്കെ അറിയാം. ലക്കിൻ്റെ ഒത്തിരിക്കുക എന്നൊക്കെ എനിക്ക് തോന്നും. പക്ഷെ തോറ്റാലും നമ്മൾ വീണ്ടും ഗെയിം പ്ലേ ഇടും. ഈ നോബിനെയൊക്കെ ഡയമണ്ട് ടോപ്പപ്പ് ചെയ്തെങ്കിലും പ്രൈം 8 എങ്കിലും ആവാൻ നിങ്ങൾ സമ്മതിക്കണം കേസ്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി സൈഡിലുള്ളത് ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ റെഡീം കോഡ്സ് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്ക്. എങ്ങനെയെങ്കിലും ഒരു 1K സബ്സ്ക്രൈബേഴ്സ് മാത്രം നിങ്ങൾ എനിക്ക് തന്നാൽ മതി. പിന്നെ ലൈക്കും കൂടെ ചെയ്തേക്ക്. ലൈക്ക് ചെയ്യുമ്പോൾ വേറെയുള്ളവരെ കൊണ്ട് ഈ വീഡിയോ കാണുന്നുള്ളൂ. നമ്മളെന്തായാലും ബോസ് ടേബിൾ ഞാൻ ഫോളോ ചെയ്ത് പോയി തവണ. അവനാകുമ്പോൾ നല്ലോണം കളിക്കുകയൊക്കെ ചെയ്യും കേസ്. എനിക്കൊന്ന് അവൻ ഡെവള് വെച്ചിട്ട് എന്തോ അടുപ്പക്കാരനാന്ന് തോന്നുന്നു. അത്രയ്ക്ക് അടിപൊളിയായിട്ട് കളിക്കുന്നു. ഞാനും അവനെ കൂടെ മാത്രമേ ഉള്ളൂ. മക്കളെല്ലാം ചത്ത് കേസ്. എൻ്റെ എണ്ണാന്നെങ്കിൽ AW ഉണ്ട്. മണ്ടേ കയറി നിന്ന് അടിക്കാമെന്നാണ് തോന്നുന്നത്. അവന്തോ ഇവിടെ നിന്ന് അടിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മളെ വച്ചാൻ എവിടെ എനിമി എവിടെ നിന്ന് കാണിച്ചാൽ വെച്ചാൽ എവിടെ എനിമി അവിടെ നിർത്താൻ കണ്ടു ഞാൻ. താരെ എനിമിയോ ഇവിടെ നിന്ന് അപ്പം വന്ന മഴഭൂതം. എന്നെ എന്തായാലും എനിമി കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ MP5 എടുത്തുകൊണ്ട് നമ്മുടെ ടീമേറ്റ് ചത്ത്. നമ്മളെന്തായാലും താരോട്ട് അവിടെ നിന്ന് നിർത്തിയാടി. എവിടുന്ന് അടി ഇതിനൊക്കെ എവിടുന്ന് വരുന്നു? നമ്മൾ ചാടി എവിടെയെങ്കിലും ചെന്നൊന്ന് ഹൈഡാക്കിയിട്ട് സോണിനകത്തോട്ടൊക്കെ ഞാൻ ഇങ്ങോട്ട് കേൾക്കുന്നു. എനിക്കൊരു ബോധമൊന്നുമില്ല കേസ്.
ചത്ത് കേസ്. അപ്പം ഞങ്ങൾ പോത്തിരി